ഹായ് കൂട്ടുകാരെ, ടെക് ആൻഡ് ടിപ്സ് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ കൈൻമാസ്റ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ തംബ്ലൈൻ ഉണ്ടാക്കാം എന്ന്. വീഡിയോയുടെ തംബ്ലൈൻ എങ്ങനെ കൈൻമാസ്റ്റർ ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ പറ്റിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തംബ്ലൈൻ മേക്കർ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കൈൻമാസ്റ്റർ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നമ്മൾക്ക് തംബ്ലൈനും കൂടി ചെയ്യാം. ഇത് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് ഒരു ഗുണകരമായ വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ മൊത്തം കാണുക, സപ്പോർട്ട് നൽകുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ തംബ്ലൈൻ കൈൻമാസ്റ്ററിൽ കൂടെ ചെയ്യാം എന്നതിനെ പറ്റി ഒരു ബേസിക്കായ ഒരു വിവരണം നൽകുന്നതാണ്. നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾക്ക് തംബ്ലൈൻ എങ്ങനെ കൈൻമാസ്റ്റർ വഴി ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അത് നമ്മൾക്ക് നോക്കാം. വെരി സിമ്പിളാണ്. ആദ്യം കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ സെൻട്രലിലെ പ്ലസ്സിൽ പ്ലസ് ചെയ്യാം. 16.9 അതിൽ പ്ലസ് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറയും. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഇതിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്യുന്നു, ടിക്ക് കൊടുക്കാം. ഇതിൽ നമ്മൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലെയറിലെടുക്കാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാം. എന്താണ് എഴുതുന്നത്? ഇപ്പം ഞാൻ എഴുതുന്നത് എൻ്റെ ചാനലിൻ്റെ പേരാണ് എഴുതുന്നത്. ടെക് ആൻഡ് ടിപ്സ്, ടെക് ആൻഡ് ടിപ്സ് മലയാളം. ടെക് ആൻഡ് ടിപ്സ് മലയാളം എന്നെഴുതി ഇവിടെ മുകളിൽ ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഫോണ്ട് ഏത് ചേഞ്ച് ചെയ്യേണ്ടത് വേണമെങ്കിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എ എന്ന് കാണും. എയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിരവധി ഫോണ്ടുകൾ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ കൊടുക്കുന്നത് റോബോട്ട് ബ്ലാക്ക്. ഇതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഫോണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ മുകളിൽ ടിക്ക് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഇതിനെ വലുതാക്കാം, ചെറുതാക്കാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആക്കണമെങ്കിൽ ഇതിൽ റൈറ്റ് സൈഡ് താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇനേബിൾ ചെയ്യാം. ഇവിടെ കളറിൻ്റെ ഫോണ്ട് കളറിലേക്ക് കൊടുക്കാം. ഏത് കളറാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട്. ഇവിടെ റെഡ് കൊടുക്കണമെങ്കിൽ റെഡ് കൊടുക്കാം. ഇത് ഇവിടെ ടിക്ക് ചെയ്യാം. ബാക്ക് കളർ റെഡ് ആയിരിക്കുന്നു. അതുപോലെ ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ പോയി കൊടുക്കാം. ഗ്രീൻ കൊടുക്കാം. ഗ്രീൻ ആയിരിക്കുന്നു. ഇത് എവിടെയെങ്കിലും കൊണ്ടുവെക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കാം. ഇവിടെ പിടിച്ച് ഈ മുകളിലൊന്ന് കൊണ്ടുവെക്കാം. ഇവിടെ ടിക്ക് മാർക്ക് കാണാം. റൈറ്റ് സൈഡെല്ലാം ടിക്ക് കൊടുക്കണം കേട്ടോ എല്ലാറ്റിനും, അല്ലെങ്കിൽ അത് സെറ്റ് ആവില്ല. ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചു. ഇനി വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോ വേണമെങ്കിൽ ഇതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ലെയറിൽ പോകാം. മുകളിൽ മീഡിയ എന്ന് കാണും. ഈ മീഡിയയിൽ പോകാം. ഇവിടുന്ന് നമ്മൾക്ക് എക്സ്പോർട്ടോ ഈ പിക്ചർ മെസ്സേജിലോ ഗാലറിയിലോ റീസ്റ്റോർ ചെയ്തതോ ഏത് ഫോട്ടോ വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടുന്നൊരു ഡൗൺലോഡ് ചെയ്തൊരു ഐക്കൺ എടുക്കുന്നു, ലൈക്കിൻ്റെ ഒരു ഐക്കൺ എടുക്കുന്നു. ഇവിടെ ടിക്ക് ചെയ്യുന്നു. നമുക്ക് എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് അത് ഇവിടെ ഈ സൈഡ് കൊണ്ടുവെക്കാം. ഇവിടെ ടിക്ക് കൊടുത്താൽ അത് അവിടെ നിന്നു. ഇനി വേറെ ലെയറിൽ പോയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് എഴുതണമെങ്കിൽ ആദ്യം എഴുതാം. എന്തിനെ പറ്റിയാണ് വീഡിയോ? ഞാൻ കൈൻമാസ്റ്ററിന് ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട്, ഓക്കെ കൊടുക്കുന്നുണ്ട്. കൈൻമാസ്റ്റർ വലിയ അക്ഷരത്തിൽ നമ്മൾ എഴുതി. ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. താഴത്ത് പോയിട്ട് ഞാൻ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണ് വേണ്ടത്? മഞ്ഞ ആണെങ്കിൽ മഞ്ഞ കൊടുക്കാം. ഇതിവിടെ മഞ്ഞായിരിക്കുന്നു ബാക്ക്ഗ്രൗണ്ട് കളർ. ഓക്കെ കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. എഴുത്തും ഇതൊക്കെ. ഇനി നമുക്ക് ചെറുതാക്കണം വലുതാക്കണം, ഇതിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ ഇതിലിങ്ങനെ വരും. ഇതിനെ ചെറുതാക്കാം, എത്ര ചെറുത് വേണമെങ്കിൽ ആക്കാം. എവിടെയെങ്കിലും മൂലക്ക് വെക്കണമെങ്കിൽ മൂലക്ക് വെക്കാം. ഇനി ഇത് വേണമെങ്കിൽ ആനിമേഷൻ ഇത് കൊടുക്കണമെങ്കിൽ ഇവിടെ ആനിമേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്, അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തുള്ളിക്കൊണ്ടൊക്കെ വരും. താഴെ ഒന്ന് കൊടുത്താൽ വേറൊരു കണ്ടീഷനിൽ വരും. ഇങ്ങനെ സ്ലൈഡ് റൈറ്റ്, സ്ലൈഡ് ലെഫ്റ്റ്, സ്ലൈഡ് അപ്പ് മുകളിലേക്ക് വരുന്നത്, സ്ലൈഡ് ഡൗണ്, പിന്നെ ക്ലോക്ക് വൈസ് തിരിഞ്ഞ് കറങ്ങി വരും, കൗണ്ടർ ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ഡ്രോപ്പായിട്ട് വരുന്നത്, സ്കേലപ്പ്, എന്താ ഇങ്ങനെയൊക്കെ വരുന്നത്. ഇത് ഏതാണ് നമുക്ക് വേണ്ടത് അതിൽ നോക്കി ഇവിടെ ക്ലിക്ക് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് കൊടുത്താൽ അവിടെ ശരിയായി. ഓക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഇതായി ഇങ്ങനെ വരും. അപ്പം നമുക്ക് ഫോട്ടോ ആണ്, വീഡിയോ അല്ല വേണ്ടത്, ഫോട്ടോ ആണ് നമുക്ക് വേണ്ടത്. നമ്മൾക്കെന്ത് ചെയ്യാം, ഇവിടെ ഇപ്പം നമ്മൾ ചെയ്തത് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും ടെസ്റ്റ് കിടക്കണോ, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആക്കണോ, എന്ത് വേണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടതുപോലെ തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ഫോട്ടോ ഇനി നമ്മുടെ ഫോട്ടോ വേണോ, എന്ത് ഫോട്ടോ വേണമെങ്കിലും ഇതിൽ ചെയ്യാം. ഇവിടെ വെക്കാം. ഇവിടെ ഫോട്ടോ ഇങ്ങനെ വരും. അതിനെ ചെറുതാക്കി ഒരു മൂലക്ക് കൊണ്ട് ഇവിടെ കൊണ്ടുവെക്കാം. ഇവിടെ ടിക്ക് കൊടുക്കാം. അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഇത് നിങ്ങൾക്ക് തംബ്ലൈൻ ആപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ കൈൻമാസ്റ്റർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ബേസിക്കായി ഞാൻ ചെയ്തതാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഈ ഒരു ബട്ടൺസ് കാണുന്നുണ്ടാവും നിങ്ങൾക്ക് വൈഡിൻ്റെ, ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ക്യാപ്ചർ സേവ്ഡ്, ക്യാപ്ചർ ആഡ് ആസ് ക്ലിപ്പ്, ക്യാപ്ചർ ആൻഡ് ആഡ് ആസ് ലെയർ എന്ന് കാണുന്നു. അപ്പോൾ ഈ ക്യാപ്ചർ ആൻഡ് സേവ് എന്നതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫോട്ടോ ആയിട്ട് സ്ക്രീൻഷോട്ടായിട്ട് നമ്മുടെ ബാക്ക് ഗാലറിയിൽ വന്നിരിക്കും. നമ്മൾക്ക് ഗാലറി നോക്കാം. ഇവിടെ ഗാലറിയിൽ വന്നിരിക്കുന്നുണ്ടാവും. ഇവിടെ വന്നിരിക്കുന്നുണ്ട്, ഗാലറിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗാലറിയിൽ വന്നിട്ട് എടുക്കുന്നതാണ്. പിന്നെയാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ക്രിയേറ്റീവ് സ്റ്റുഡിയോയിൽ പോയി ഇതിനായി ഫിക്സ് ചെയ്യുന്നത്. പുതിയൊരു യൂട്യൂബ് തുടങ്ങുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ പുതിയ യൂട്യൂബ് തുടങ്ങുന്നപ്പോൾ ഇതുപോലെ ഒന്ന് തംബ്ലൈൻ മേക്കർ ഇല്ലാതെ തന്നെ കൈൻമാസ്റ്ററിൽ തന്നെ നമ്മൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.